ഹായ് ഡിയേഴ്സ്, എന്തൊക്കെ എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? അപ്പോൾ മുത്തുമണികളെ, നമുക്ക് ഇന്നത്തെ റെസിപ്പി നോക്കാം. എന്നും ഒരേ രീതിയിൽ നമ്മൾ ചെയ്തെടുക്കുന്നതിന് പകരം ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു മിക്സഡ് ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് ചോറും 1 കപ്പ് തേങ്ങയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിത് നല്ല ഫൈൻ പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം കേട്ടോ. അപ്പോൾ അത് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി വേറൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു കപ്പിന് 2 കപ്പാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമ്മൾ അരച്ചെടുത്ത് വെച്ചിട്ടുള്ള തേങ്ങയുടെയും ചോറിൻ്റെയും ആ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി കൊടുക്കുക. ആദ്യം തന്നെ സ്പൂൺ വെച്ചിട്ട്. അപ്പോൾ ആദ്യം തന്നെ അത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കരുത്. കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നമ്മളിത് മിക്സാക്കി എടുക്കണം. ഇനി പെട്ടെന്ന് അത് മുഴുവനായിട്ട് തന്നെ ഒഴിച്ചു കൊടുത്ത് കുഴച്ചെടുക്കുന്ന സമയത്ത് എങ്ങാനും അതിൽ വെള്ളത്തിൻ്റെ അംശം കൂടിപ്പോയാൽ കുഴച്ചെടുക്കുന്ന സമയത്ത് കയ്യിൽ നല്ലപോലെ ഒട്ടിപ്പിടിക്കുള്ളൂ കേട്ടോ. അപ്പോൾ സ്പൂണോട്ട് ഒന്ന് മിക്സാക്കി എടുത്ത ശേഷം വീണ്ടും ഇതുപോലെ കൈ വെച്ചിട്ട് നമ്മളിങ്ങനെ കുഴച്ച് നോക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ പൊടി നനഞ്ഞ് വരാനും വേണ്ടിയിട്ട് എത്രത്തോളം വേണമെന്നുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ അരച്ചെടുത്തത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിതുപോലെ അരച്ചെടുക്കുന്ന സമയത്ത് ആ ഒരു അരച്ചെടുത്ത മിക്സ് കൊണ്ട് മാവ് മുഴുവനായിട്ട് നനച്ചെടുക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് നമ്മുടെ നോർമൽ പച്ചവെള്ളം കൂട്ടി കുഴച്ചിട്ട് ഒന്ന് കുഴച്ചെടുത്താലും മതി കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് വെള്ളം കൂട്ടി ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പം നല്ലോണം ടൈറ്റായിട്ട് കുഴക്കാതെ കുറച്ച് ലൂസായിട്ടും കുഴച്ചെടുക്കുക കേട്ടോ. ഇനി ഇതൊരു 10 മിനിറ്റ് വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഗ്രീൻ പീസ് കറിയുടെ റെസിപ്പി നോക്കാം കേട്ടോ. തേങ്ങ നിരക്കാതെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഗ്രീൻ പീസിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് കുതിർത്ത ഗ്രീൻ പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് സ്പൈസസും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഗ്രീൻ പീസ് വെന്ത് വരാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് കുറച്ചധികം ഒഴിക്കേണ്ടി വരും. ഗ്രീൻ പീസ് ആയതുകൊണ്ട് കുറച്ചധികം തന്നെ വെള്ളം വേണ്ടി വരും കേട്ടോ. എന്നിട്ട് കുക്കർ മൂടിയിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കുക. ഞാനിപ്പോൾ ഒരു 5-8 വിസിലൊക്കെ അടുപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു കളർ ഗ്രീൻ പീസാണ് എടുത്തിട്ടുള്ളത്. ഒരു മഞ്ഞ കളറിലുള്ള ഗ്രീൻ പീസാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഏതാണുള്ളത് അതെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതപ്പോൾ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയ ശേഷം തുറന്ന് നോക്കിയിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഗ്രീൻ പീസ് നല്ലപോലെ വെന്ത് കിട്ടണം. അപ്പോഴാണ് ഗ്രീൻ പീസ് കറി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുള്ളൂ കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ തേങ്ങ നിരക്കാതെ എടുക്കുന്ന കറിയല്ലേ. അപ്പോൾ നല്ലപോലെ തന്നെ വെന്ത് കിട്ടണം. നമുക്ക് തവി വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ അമർത്തി കൊടുത്താൽ അത് അത്യാവശ്യം ഒന്ന് ഉടഞ്ഞ് കിട്ടുകയും ചെയ്യും കേട്ടോ. ഇനി അതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുക. വേറൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഓയിലോ വെളിച്ചെണ്ണയോ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴായിരിക്കും കേട്ടോ കൂടുതൽ ടേസ്റ്റ്. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് കടുകിട്ട് പൊട്ടിക്കുക. കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. പേസ്റ്റ് ചേർക്കല്ലേ, ചതച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് അതിൻ്റെ പച്ചമണം പോകുന്നത് വരെ നല്ലപോലെ എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഫ്ലെയിം അങ്ങോട്ട് കൂട്ടി വെച്ചിട്ട് പെട്ടെന്ന് വഴറ്റിയെടുക്കരുത്. അപ്പോൾ പെട്ടെന്ന് അതിൻ്റെ കളർ ചേഞ്ച് ആവുകയും ചെയ്യും. അതിന് വേറെ ഒരു ടേസ്റ്റ് വരികയും ചെയ്യും. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിൻ്റെ ആ റോ ടേസ്റ്റൊക്കെ ഒന്ന് പോയ ശേഷം ഇതിലേക്ക് ഒരു വലിയ സവാള നീളത്തിൽ സ്ലൈസ് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സവാള നല്ലപോലെ ഒന്ന് വഴന്ന് വരുന്നത് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ചെറുതായിട്ട് കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരണം കേട്ടോ. അതപ്പോൾ നമ്മുടെ കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ വീതമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുരുമുളക് പൊടി നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ളത് ചേർക്കുക. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഗരം മസാലപ്പൊടി 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പെരിഞ്ജീരകപ്പൊടി 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പൊടികളായിട്ട് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് ആ പൊടികൾ നല്ലപോലെ ഒന്ന് മൊരിയിച്ചെടുക്കണം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മൊരിയിച്ചെടുക്കണം. പൊടികളുടെ ആ പച്ചമുളകൊക്കെ ഒന്ന് പോയി വന്ന ശേഷം ഇതിലേക്ക് ഒരു വലിയ തക്കാളി 2 പച്ചമുളകും കൂടി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. ഇനി ആ തക്കാളി അത്യാവശ്യം നന്നായിട്ടൊന്ന് വെന്ത് വരാനും വേണ്ടി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് മിക്സാക്കി എടുക്കുക. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. ഇതപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അതിലത്തെ വെള്ളമൊക്കെ വറ്റി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സാക്കി കൊടുക്കുക. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്ത ശേഷം നമ്മൾ വേവിച്ചെടുത്ത് വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്ക് വെള്ളത്തിൻ്റെ അളവ് പോരാന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ വെള്ളത്തിൻ്റെ അളവ് കുറവായിട്ട് തോന്നി. ഗ്രീൻ പീസ് അല്ലേ, ചൂടാറുമ്പോൾ കുറച്ചും കൂടി തിക്കായിട്ട് വരും കറി. അതുകൊണ്ട് ഗ്രീൻ പീസ് വേവിച്ച് അതേ കുക്കറിൽ തന്നെ തൊട്ടപ്പുറത്തെ സ്റ്റവിൽ ഞാൻ വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം, പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്. എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സാക്കി കൊടുത്ത ശേഷം ഒരു 2 മിനിറ്റ് ഇതുപോലെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. ലാസ്റ്റ് ഇതിലേക്ക്
ഇതിലേക്ക് മല്ലിയില കയ്യിലുള്ളവർ കുറച്ചധികം മല്ലിയില കൂടി ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗ്രീൻ പീസ് കറി റെഡി ആയിട്ടോ. തേങ്ങയൊന്നും വേണമെന്നില്ല, അല്ലാതെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്കിത് കിട്ടും കേട്ടോ. ഗരം മസാലപ്പൊടിക്ക് പകരം ചിക്കൻ മസാലപ്പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. പൊടികളൊക്കെ നമ്മളുടെ ഒരു ടേസ്റ്റിനനുസരിച്ച് ഇതിൽ മാറ്റം വരുത്താം കേട്ടോ. അപ്പം പൊടികളുടെ അളവ് എരിവൊക്കെ കുറവ് വേണ്ടവർക്ക് കുറച്ച് മതി, കുറച്ചധികം വേണമെന്നുള്ളവർക്ക് കുരുമുളക് പൊടി കൂട്ടിയിട്ട് കൊടുക്കുക. മുളക് പൊടിയുടെ അളവ് കുറച്ചിട്ട് കുരുമുളക് പൊടിയും പച്ചമുളകും കൂട്ടിയിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡിയായി. കറി റെഡിയായി വന്ന സമയം കൊണ്ട് നമ്മുടെ മാവ് ഇവിടെ ഇരുന്നിട്ട് ഒന്നും കൂടി ഒന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ വീണ്ടും അതൊന്ന് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് നേരമൊന്നും കുഴക്കേണ്ട, വളരെ കുറച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് കുഴച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് ചെയ്തെടുക്കുന്ന പോലെ ബോൾസാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ എന്നും നമ്മൾ ഒരേ രീതിയിൽ ചപ്പാത്തി ഉണ്ടാക്കുന്നതിന് പകരം ചിലർക്ക് ചപ്പാത്തി ഉണ്ടാക്കിയാൽ ഒട്ടും സോഫ്റ്റ് അല്ലാതെ ആയിരിക്കും കിട്ടുക. അങ്ങനെയുള്ളവർക്കൊക്കെ ഈ റെസിപ്പി ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ റേഷൻ കടയിൽ നിന്ന് മേടിക്കുന്ന നമ്മുടെ ആട്ടപ്പൊടി ഉണ്ടല്ലോ, അത് വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കി കഴിക്കുന്ന സമയത്ത്. ആ പൊടി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചപ്പാത്തി ഉണ്ടാക്കി നോക്ക് കേട്ടോ. ചോറും തേങ്ങയൊക്കെ കൂട്ടി അരച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്ക്. അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കുറവൊന്നും നമുക്ക് അറിയില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി കിട്ടും കേട്ടോ നമുക്ക്. അപ്പോൾ ബോൾസ് ആക്കി എടുത്തത് ഞാൻ ഇതുപോലെ പത്തിരി പ്രസ്സിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തെടുത്ത് വെക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഇത് പരത്തിയെടുക്കാനും വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ പത്തിരി പരത്തുമ്പോഴും ചപ്പാത്തി പരത്തുമ്പോഴൊക്കെ ഇങ്ങനെ ചെയ്തെടുക്കാറുള്ളത്. ഒന്ന് ജസ്റ്റ് ഒരു സൈഡ് മാത്രം പൊടിയിൽ മുക്കിയിട്ട് ഇങ്ങനെ വെച്ചെടുത്താൽ മതി, ഒട്ടിപ്പിടിക്കാതിരിക്കാനും വേണ്ടിയിട്ട്. പിന്നെ സാധാരണ നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തിയെടുക്കുന്നത് പോലെ ഞാൻ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് തന്നെയാണ്. ഈ ഷീറ്റിലിട്ട് പരത്തിയെടുക്കുന്ന സമയത്ത് എനിക്ക് സിമ്പിളായിട്ട് പരത്തിയെടുക്കാനും പറ്റാറുണ്ട് കേട്ടോ. ഇനിയിപ്പം ആട്ടപ്പൊടി മാത്രം ഇട്ടിട്ട് പരത്തിയെടുക്കാൻ പ്രയാസം തോന്നുന്നവർ ആട്ടപ്പൊടിയുടെ കൂടെ കുറച്ച് അരിപ്പൊടിയും കൂടി കൂട്ടിയിട്ട് മിക്സാക്കി വെക്കുക. എന്നിട്ട് അതിങ്ങനെ തൂവി കൊടുത്തിട്ട് പരത്തിയെടുക്കുന്ന സമയത്ത് നല്ല ഈസി ആയിട്ട് പരത്തിയെടുക്കാനും പറ്റും കേട്ടോ. ഇതൊക്കെ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു തരുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു ചപ്പാത്തി പരത്തിയെടുത്തിട്ടുണ്ട്, ബാക്കിയുള്ള എല്ലാതും ഇതുപോലെ തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനിയൊന്നുമില്ല, ഇത് നമുക്ക് ചുട്ടെടുക്കുക. ചൂടായിട്ടുള്ള തവയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് സാധാരണ നമ്മൾ ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കുന്ന പോലെ തിരിച്ചും മറിച്ചൊക്കെ ചുട്ടെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ ചപ്പാത്തി നല്ല കനം കുറച്ചാണ് പരത്തിയെടുത്തിട്ടുള്ളത്. ഇവിടെ എല്ലാവർക്കും നല്ല കനം കുറഞ്ഞ ചപ്പാത്തി കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഇത് ഒറ്റപ്പൊള്ളായിട്ട് കിട്ടുന്നില്ല. കാരണം ഇത് കുറച്ചൊന്ന് പൊന്തി വരുമ്പോഴത്തേനും സൈഡിൽ ഹോളായി പോവാണ്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് പൊന്തി വരുന്നില്ല കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊരു കനത്തിൽ പരത്തിയെടുക്കുകയാണെങ്കിൽ നമുക്കിത് ഒറ്റപ്പൊള്ളായിട്ട് തന്നെ കിട്ടും കേട്ടോ. ഒരു ചോറും തേങ്ങയൊക്കെ കൂട്ടി അരച്ചത് കൊണ്ട് തന്നെ ഈ ചപ്പാത്തി കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം, പക്ഷേ ചിലവർ എത്ര ചപ്പാത്തി ഉണ്ടാക്കിയാലും ശരിയാവുന്നില്ല, ബലം വെച്ച് പോവാണ് എന്ന് പറയുന്നവർക്കും, അതുപോലെ ഞാൻ പറഞ്ഞ പോലെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആട്ടപ്പൊടി വെച്ചിട്ടൊക്കെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും എന്ന് കാണിച്ചു തരാനും വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. ഇതുണ്ടോ, നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ നല്ല ചപ്പാത്തി ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ എന്നും ഒരേ രീതിയിൽ ചെയ്ത് നോക്കുന്നതിന് പകരം ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയൊക്കെ കേട്ടോ. ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഗ്രീൻ പീസ് കറി ആണെങ്കിലും പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള റെസിപ്പിയും കൂടിയാണ്. നല്ല ടേസ്റ്റാണ് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ. അപ്പത്തിൻ്റെ കൂടെ ആണെങ്കിലും ഒക്കെ അടിപൊളിയായിട്ടുള്ള ഒരു ഗ്രീൻ പീസ് കറിയുടെ റെസിപ്പിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന നമ്മുടെ പുതിയ കൂട്ടുകാർ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ചാനലിൽ നല്ല നല്ല ഇതുപോലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും സ്നാക്സിൻ്റെയും പുഡിങ്സിൻ്റെ ഒക്കെ റെസിപ്പീസ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ അതൊക്കെ ഒന്ന് കയറി നോക്കി സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി വേണേ. ഇതുവരെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ എല്ലാ മുത്തമണികൾക്കും ഒരുപാട് നന്ദി. എന്നാൽ ശരി, സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം. ബൈ.